ഈ ലഞ്ച് ബോക്സ് ഉണ്ടല്ലോ എങ്ങനെ തിരിച്ചാലും മറിച്ചാലും അതിനുള്ളിലുള്ള സാധനങ്ങൾ മിക്സ് ആവില്ല. അതുപോലെ തന്നെ ലീക്ക് പ്രൂഫാണ്. അപ്പോൾ നമുക്ക് ബാഗിൽ എങ്ങനെ വേണമെങ്കിലും വെക്കാൻ പറ്റും. കുട്ടികൾക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് ആണ് കേട്ടോ ഇത്. നമ്മളിത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഹലോ, നമുക്കിതൊരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ. ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ. ഫ്രൈഡേ ആയതുകൊണ്ട് കുറച്ച് ടൈമിന് എനിക്ക് കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പോൾ ജൂണിന് ക്ലാസ് ഉണ്ട് കേട്ടോ. പുറത്തേ നല്ല മഴയാണ്. ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു. ഇപ്പൊ ആയിട്ട് നേരത്തെ എഴുന്നേക്കാനൊക്കെ മടിയായിട്ടുണ്ടായിരുന്നു. ഞാൻ 5 മണിക്ക് എഴുന്നേറ്റിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, വേണോ വേണ്ടോ, നമ്മളിങ്ങനെ കഷ്ടപ്പെടണോ, കുറെ നേരം ഇങ്ങനെ ഇന്ന് ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങ് തുടങ്ങിയേക്കാം. അതൊരു റൂട്ടീൻ ആയി കഴിഞ്ഞാൽ ചിലപ്പം ശരിയാവായിരിക്കും. പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ പാത്രങ്ങളുണ്ട് കഴുകി ഇന്നലെ വെച്ചത്. അതൊക്കെ എടുത്തു വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. എടുത്തു വെച്ച് കഴിയാറായിട്ടോ. ഞാൻ ഈ കൊട്ട നിറച്ച് പാത്രങ്ങളായിരുന്നു. അപ്പൊ അതെല്ലാം നമ്മൾ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ പണികൾ ചെയ്യാം. നമ്മളപ്പോ ഇന്ന് ഉപ്പേരി പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കോവയ്ക്കാണ് കേട്ടോ. കോവയ്ക്ക ഇതിൽ വേണ്ടല്ലോ, ഇതിൽ വെക്കാം. കോവയ്ക്ക ഒരു വെറൈറ്റി അല്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് കോവയ്ക്ക് തോരൻ വെക്കുന്നത്. ഞാൻ ഇതുവരെ കോവയ്ക്ക് തോരൻ വെച്ചിട്ടില്ല. തോരൻ വെക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കോവയ്ക്ക് ഇങ്ങനെ അരിഞ്ഞു കേട്ടോ. എനിക്കറിയില്ല ഇന്ന് ഫ്ലോപ്പ് ആയ പണി കിട്ടും. കാരണം ഇന്ന് ജൂണിന് ഫുഡ് കൊണ്ടുപോകണം. നമുക്ക് മാത്രമാണെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല, കാരണം ഫുഡില്ലെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. പക്ഷെ ജൂണിന് നിവർത്തിയൊന്നുമില്ല. പക്ഷെ ഞാൻ ട്രൈ ചെയ്യണ്ടേ, എന്തെങ്കിലും ഒരു ദിവസം ട്രൈ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുവരെ തോരനും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ട് കോവയ്ക്ക തോരൻ. അതായത് നാളികേരമൊക്കെ ഇട്ടിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ വെറുതെ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കാറ്. അപ്പൊ ഇത്തവണ തോരൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ട്രൈ ചെയ്യാം. പ്രത്യേകിച്ച് ഞാനിങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കണ എല്ലാ സാധനങ്ങളും ഫ്ലോപ്പ് ആവാറുണ്ട്. അതുകൊണ്ട് ഞാനങ്ങനെ ഇങ്ങനത്തെ മുഹൂർത്തങ്ങളിൽ, അതായത് സ്കൂളിൽ പോകണം, വേറെ അതായത് ഡിപ്പെൻഡൻസി ഉള്ള മുഹൂർത്തങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ നമുക്ക് ഇന്ന് ഞാൻ അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാനില്ല. അവൻ പിന്നെ നെയ്യ് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ തൈര് കൂട്ടിയിട്ടോ കഴിച്ചോളും. അതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കോവയ്ക്ക് തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നമ്മുടെ ചീഞ്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്ന ചീഞ്ചട്ടിയിൽ നമ്മൾ എന്തൊഴിക്കണം? വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇടണം. സൈഡിൽ കൂടെ നമുക്കിവിടെ ചായ വെക്കാം. അയ്യോ കത്തില്ല. റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം അല്ലേ? ഒരുപാട് ഇടാറില്ല കേട്ടോ നമ്മള് മുളക് പൊടി. ഇതന്നെ കൂടുതലാണോ എന്ന് സംശയമുണ്ട്. ഇല്ലേക്കും. കാരണം ജുഗുനുവിന് അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ ആക്ച്വലി മുളക് ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ കഴിക്കുകയാണെങ്കിൽ, അതായത് ഇഷ്ടമില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഫുഡൊക്കെ കഴിക്കുമ്പോൾ എരിവ് കൂടുതലാണെങ്കിൽ അവന് ചിലപ്പോൾ ഇഷ്ടപ്പെടാറില്ല. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക അങ്ങോട്ട് തട്ടാം. അയ്യോ അത് വീണില്ലല്ലോ. തോന്നണ ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കണം. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം വീണോളും. ഇവിടെ ചായ റെഡിയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമല്ല, ആക്ച്വലി ഇന്നലെ പണ്ട് കുടിച്ചിരുന്നു. പക്ഷെ ഇന്നലെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മളെ ചെറിയൊരു ഹോട്ട് വാട്ടറിലൊക്കെ വാം വാട്ടറിൽ എന്താണ് നാരങ്ങ, കുറച്ചൊരു ഹാഫ് നാരങ്ങ എടുക്കാറുള്ളൂ. ഒരു നാരങ്ങ എടുക്കണം തോന്നുന്നു. ഞാൻ ഹാഫ് നാരങ്ങ എടുക്കാറുള്ളൂ കേട്ടോ. ഹാഫ് നാരങ്ങ എടുത്തിട്ട് പിന്നെ അതിൽ കുറച്ച് ചിയാ സീഡ് ഇട്ടിട്ട് രാവിലെ കുടിക്കാന്നുള്ളത് ഞാൻ ആദ്യം ചെയ്തിരുന്നു. പിന്നെ ഞാൻ ചെയ്യാണ്ടായി. പിന്നെ എനിക്കിപ്പോ വീണ്ടും ഒരു ഇമ്മ്യൂണിറ്റി പ്രോബ്ലം ഉണ്ടോ എന്ന് ഡൗട്ട് തോന്നിയിട്ട് ഞാൻ വീണ്ടും, എനിക്കിപ്പോ 2 തവണയായി ഈ മാസം തന്നെ ജലദോഷവും ചുമയൊക്കെ വരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കിത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തോണ്ട്, കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷെ റീസ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അതാണ് ഞാൻ ആദ്യം കുടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കാം. വിശക്കുന്നുണ്ട് എനിക്ക്. അപ്പം ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ട് അധികം നേരം വെയിറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും എനിക്കില്ല കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് വീർത്ത് വരാനുള്ള ക്ഷമയില്ല. വീർത്ത് വരണോന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ ഒരു ലെവൽ വീർമതിയൊക്കെയാണ് വരാറുള്ളൂ. എന്നിട്ട് ഞാൻ കുടിക്കും. ഹാഫ് ലെമണാണ്, പിന്നെ ഉണങ്ങിയ ലെമണാണ്. അത് കാരണം കൊണ്ട് വലിയ പുളിയൊന്നുമില്ല. നല്ല പച്ച ലെമണാണെങ്കിൽ
പുളിച്ചിട്ട് നമ്മുടെ ഉപ്പേരി ഇതേ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റെഡി ആയി എന്ന് തോന്നണു. ഇനി ഞാൻ അധികം വെക്കുന്നില്ല, കാരണം കരിഞ്ഞ മണമൊക്കെ, അതായത് കരിഞ്ഞില്ല, പക്ഷെ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ അടി പിടിക്കണതിന്റെ ചെറിയ ചെറിയ തെളിവുകൾ ഇങ്ങനെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഇങ്ങനെ ഇടയ്ക്ക് തളിച്ചു കൊടുത്തു കേട്ടോ, കാരണം ഇതിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്ന നീരാവി എന്നല്ലേ പറയാ, ആ വെള്ളം ഉണ്ടല്ലോ, അത് അത്രയ്ക്ക് ഇനഫ് അല്ലാന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാനത് ഇങ്ങനെ ചെറുതായിട്ട് കുറച്ച്, ഇപ്പം ഒരുവിധം കാണുന്നില്ലേ, ഒരുവിധം സെറ്റ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ കഴിച്ചു നോക്കി ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ അത്ര വെന്തുണ്ടായിരുന്നില്ല. അതും കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ഞാൻ ഇട്ടു. നമുക്ക് കുറച്ച് നാളികേരം കൂടി ഇടാം. ആവുമ്പോ നാളികേരം വേണ്ടേ? എനിക്ക് അറിയില്ല, കോവയ്ക്കയുടെ കൂടെ ഞാൻ കഴിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. തോരനൊക്കെ നാളികേരൊക്കെ ഇട്ടിട്ട്. വാവ്, സെറ്റ് സെറ്റ്. കാണുമ്പോ നല്ല ആരൊക്കെ കഴിക്കും എന്നുള്ളത് നോക്കിയിട്ട് നമുക്കിത് ഫ്ലോപ്പ് ആണോ അല്ലെന്നോ പറയാം. ജുഗുനുവിന് പാല് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മള് പീഡിയാഷ്യൂർ ആണ് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പൊ പീഡിയാഷ്യൂർ ആക്കിയിട്ട് ഇളക്കി വെക്കാം. അവൻ രാവിലെ അങ്ങനെ ഫുൾ കുടിക്കൊന്നുമില്ല. ചോക്ലേറ്റ് ഫ്ലേവർ ആണ് ഇഷ്ടം. അപ്പൊ ചോക്ലേറ്റ് ഫ്ലേവർ വാങ്ങിച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് വാനില കൊടുക്കാനാണ് ആക്ച്വലി ഡോക്ടർ പറഞ്ഞത്. ഈ ഡോക്ടർ പീഡിയാഷ്യൂർ കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ വാനിലയാണ് കൊടുക്കാൻ പറഞ്ഞത്. പക്ഷെ വാനില അവൻ അത്ര ഇഷ്ടമല്ല. എനിക്ക് ചോക്ലേറ്റ് വാങ്ങും, എന്നിട്ട് ചോക്ലേറ്റ് കൊടുക്കും. നമ്മുടെ ഉപ്പേരി റെഡിയായ സ്ഥിതിക്ക് നമുക്ക് കൂട്ടാന്റെ പരിപാടികൾ നോക്കാം. കൂട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു, പരിപ്പും തക്കാളിയും കൂടി ഉണ്ടാക്കാന്നാട്ടോ ഞാൻ വിചാരിക്കണേ. അതാവുമ്പോ ഈസി ആയിട്ട് കഴിയൂലോ. നാളികേരം ചിരകിയത് ഓൾറെഡി ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ നാളികേരം അരയ്ക്കാണ്ടും ഉണ്ടാക്കും തോന്നുന്നു, പരിപ്പും തക്കാളിയും അല്ലേ. നാളികേരം അരച്ചിട്ട് ഉണ്ടാക്കാം നമുക്ക് ഇത്തവണ, കാരണം നാളികേരം ഉണ്ട്. ഇതിന്റെ ഈ സാധനം ഉണ്ടല്ലോ, ഇതിന് ഗാസ്കറ്റ് എന്നല്ല പറയാ. ഈ ഗാസ്കറ്റ് എന്താന്ന് എനിക്കറിയില്ല. ഇതിങ്ങനെ ചില സമയത്ത് എന്നെ കാണുന്നില്ലേ, ചില സമയത്തുണ്ടല്ലോ നമ്മളിതിങ്ങനെ വെച്ചാലും വിസില് വരില്ല. അപ്പോ അമ്മ കണ്ടുപിടിച്ചൊരു വഴിയാണ്, കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട്, ഫ്രീസറിൽ വെക്കണോന്ന് എനിക്കറിയില്ല, എന്തായാലും തണുപ്പിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആവും എന്നുള്ളത്. അപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും കുക്കർ റെഡിയായി കഴുകിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിന്റെ ഗാസ്കറ്റ് കൊണ്ടുപോയി ഫ്രീസറിൽ അങ്ങോട്ട് വെക്കും. നമ്മളപ്പോ നാളികേരം അരച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കൂട്ടാൻ വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് അരച്ചു ചേർക്കുക, അത്രേ ഉള്ളൂ പണി. ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജുഗുണു എന്നല്ല പറഞ്ഞത്, അവന് ബ്രെഡൊക്കെ അവന്റെ മെനു നോക്കിയപ്പോഴത്തേനും, സ്കൂളിലെ മെനു നോക്കിയപ്പോഴത്തേനും ഫ്രൈഡേ ഫ്രഞ്ച് ടോസ്റ്റ് ആണ്. അപ്പൊ അവൻ പറഞ്ഞു ഫ്രഞ്ച് ടോസ്റ്റ് എനിക്ക് ഇഷ്ടമാണ്, വേണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മള് അത് ഞാൻ പറഞ്ഞു നെക്സ്റ്റ് വീക്ക് പറയും, ഇത്തവണ അമ്മ ഉണ്ടാക്കി തരാ പറഞ്ഞിട്ട് ഇന്നലെ ബ്രെഡൊക്കെ ഓർഡർ ചെയ്തു. ഫ്രഞ്ച് ടോസ്റ്റ് പോലെ ഞാൻ എന്തൊക്കെയോ, അതായത് വെറുതെ പാലിൽ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ അവൻ അത്രയ്ക്ക് ഇഷ്ടയ്ക്ക് തോന്നിയിരുന്നതിന് മുമ്പും കൊടുത്തപ്പോ അവന് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവനത് അത്രയ്ക്ക് വേണ്ട, അവനത്രയ്ക്ക് ഇഷ്ടമായില്ല. പക്ഷെ ഇന്നിപ്പോ സാൻഡ്വിച്ച് അത് ഇഷ്ടമാണ്, ചീസ് സാൻഡ്വിച്ച് ഇഷ്ടമാണ്. അപ്പൊ സാൻഡ്വിച്ച് വേണമെന്നാ പറഞ്ഞത്. അപ്പം അതിനി ചീസില്ല, ചീസ് ഓർഡർ ചെയ്തിട്ട് വേണം. നമ്മുടെ സാമ്പത്തിക പരിമിതി മൂലം ഞാൻ സൂര്യചേട്ടനെ വിളിച്ചുണർത്തി ചീസ് ഓർഡർ ചെയ്യാൻ പോവാം. എന്നിട്ട് വേണം അത് ഉണ്ടാക്കാൻ, സാൻഡ്വിച്ച്. അത് എളുപ്പം കഴിയുള്ളൂ. ചീസ് സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ വെറുതെ ബ്രെഡ് എടുക്കുക, ചീസ് അതിന്റെ മേലെ വെക്കാം. അതിന്റെ മേലെ സാധാരണ പച്ചയ്ക്ക് ടൊമാറ്റോ വെക്കാറുണ്ട്, അതും ഇഷ്ടമാണ് അവന്, ടൊമാറ്റോ വെക്കുക. ദാറ്റ്സ് ഓൾ. അവന്റെ പരിപാടി അത് കഴിഞ്ഞു. പിന്നെ നമ്മളപ്പോ അത് കാരണം കൊണ്ട് അവൻ ഈ ബ്രെഡ് മതി, ഫ്രഞ്ച് ടോസ്റ്റ് മതി, അത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ആക്ച്വലി നമ്മളും അത് മതി എന്ന് വെച്ചാൽ നമുക്ക് ഫ്രഞ്ച് ടോസ്റ്റ്, എന്റെ സ്പെഷ്യൽ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാം. ബാക്കി അവന് ചീസ് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിക്കണേ. അപ്പോൾ ഞാൻ അങ്ങനെ സൂര്യചേട്ടനെ വിളിച്ചെണീപ്പിച്ച് ചീസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ജുഗ്നുവിനെ വിളിക്കേണ്ട സമയമായിട്ടുണ്ട്. 7 മണിയാകുമ്പോഴത്തേനും അവനെ വിളിക്കും. അങ്ങനെ അവനെ വിളിച്ചെണീപ്പിച്ച് കുറച്ച് അവനിവിടെ അങ്ങനെ കിടക്കും. അവനെ ഉഷാറാക്കാൻ വേണ്ടിയിട്ട് പാല് കൊടുക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ TV വെച്ച് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഉഷാറാവുക. കുറച്ച് രാവിലെ ഈ ലേറ്റായിട്ട് കിടക്കണതുകൊണ്ട് രാവിലെ എണീക്കാൻ കുറച്ചൊരു മടിയുണ്ട്. അങ്ങനെ നമ്മൾ പാലൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ചീസൊക്കെ ഓർഡർ ചെയ്തു. എൻ്റെ ബാക്കി കൂട്ടാൻ പരിപാടികളാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. ഞാൻ ആക്ച്വലി അവിടെ സംസാരിച്ചുകൊണ്ടാണ് ചെയ്യണത്, പക്ഷേ എൻ്റെ മൈക്ക് എന്തോ വർക്കായില്ല, അതുകൊണ്ട് സൗണ്ടില്ല, ഒരു സൗണ്ടും കേൾക്കാനില്ല. എന്തൊക്കെയാണോ പറഞ്ഞതെന്ന് ദൈവത്തിനറിയാം. അങ്ങനെ ജുഗ്നുവിൻ്റെ
ലഞ്ച് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഈ വീഡിയോൻ്റെ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം. ഇതൊരു സ്പെഷ്യൽ ലഞ്ച് ബോക്സാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ, എന്നിട്ട് വാങ്ങിച്ചോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിതെടുത്തത്. ഇതിൽ കണ്ടത് നമുക്ക് 3 കള്ളിയുണ്ട്. 3 കള്ളിയിലുള്ള സാധനങ്ങൾ 3 കള്ളിയിൽ നമുക്ക് സാധനങ്ങളാക്കാം, കൂട്ടാനും ഉപ്പേരിയും ചോറൊക്കെ ആക്കാം. എന്നിട്ട് എങ്ങനെ തിരിച്ചും മറിച്ചും ആക്കി കഴിഞ്ഞാലും ഇത് മിക്സ് ആവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്കൊക്കെ അത് ലീക്ക് ആവലും മിക്സ് ആവലൊക്കെ പ്രശ്നമല്ലേ, അതില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് നമ്മളെ ആമസോണിൽ ഇതാക്കണ്ടോ എവിടെ. ഇനി ഞങ്ങൾ തലേദിവസം കൂട്ടാനായിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നത്. കൂട്ടാനാണെങ്കിലും അത് മിക്സ് ആവില്ല കേട്ടോ. എല്ലാം അതത് കള്ളി തന്നെ ഇരുന്നോളും, ചോറിലേക്കൊന്നും മിക്സ് ആയി പോവില്ല. നമ്മളിത് ആമസോണിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇതിൽ ഇൻസ്റ്റയിൽ പരസ്യം കണ്ടിട്ടാണ് നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തത്. ബേസിൽ നിന്നാണ് അതിൻ്റെ മേലെ എഴുതിയിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇത് തുറക്കാനൊക്കെ എളുപ്പം തന്നെയാണ് കേട്ടോ, ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ മിക്സപ്പ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ജുഗുനുവിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനവിടെ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ വാനില ഫ്ലേവർ ഫ്രഞ്ച് ടോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിന് ജുഗുനുവിൻ്റെ പീഡിയാഷോറിൽ നിന്ന് വാനില ഫ്ലേവർ പൊടി എടുക്കുക, പാലിൽ കലക്കുക, കുറച്ച് ഷുഗർ ഇട്ടു കേട്ടോ, കുറച്ച് മധുരം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ മുക്കിയിട്ടാണ് നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്കത് കുടിച്ചിട്ടേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സാധനം, വാനില ഇട്ടിട്ടുള്ള പാല്. അത് കഴിഞ്ഞ് അവിടെ ജുഗുനുവിനുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സുരേട്ടൻ പറഞ്ഞു ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം, അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ടോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ വെറുതെ ചീസ് വയ്ക്കുക, ടൊമാറ്റോ വയ്ക്കുക, അത്ര തന്നെ ഉള്ളൂ. ഇത് ഈസി കഴിയുന്ന പരിപാടിയാണ്. അപ്പം അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വേറൊന്നും മുന്നും പിന്നും ആലോചിച്ചില്ല, ഇത് തന്നെ മതിയെന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. ഇന്ന് പ്രത്യേകിച്ച് ഫ്രൈഡേയും കൂടെ ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. അത് കഴിഞ്ഞ് നമുക്കുള്ള ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് കേട്ടോ. പാലിൽ ഞാൻ എഗ്ഗ് കഴിക്കാത്ത കാരണം കൊണ്ട് അങ്ങനെ എഗ്ഗ് ഇടാറില്ല. എന്നിട്ട് പാലിൽ മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുഴക്കുഴാന്നായിപ്പോവും. അതുകൊണ്ട് ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലത്തേക്ക് പാലൊഴിക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റും അവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ബാക്കിയുള്ള ബ്രെഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പ്രാക്ടീസിലേക്ക് കടന്നു. ഷോപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. നമ്മൾ ഡെയിലി ചെയ്യാൻ പറ്റില്ലെങ്കിലും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തേക്കാണ്. കുറേ നാളത്തേക്ക് ഞാൻ പ്രാക്ടീസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോന്നും ഇങ്ങനെ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഗ്രസ് ഭയങ്കര കുറച്ച് ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പോൾ മാക്സിമം ഒരെണ്ണെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. അപ്പോൾ ഇനി തൊട്ട് ഞാൻ ഡെയിലി അങ്ങനെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യണം, എന്തെങ്കിലും ലേൺ ചെയ്യണം, ഒരു ന്യൂ സ്കിൽ ലേൺ ചെയ്യണം. ഈ ഒരു മൂവ്മെൻറ്റ് ഞാൻ പുതിയതായിട്ട് പഠിച്ചിട്ടുള്ള മൂവ്മെൻറ്റാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ന്യൂ സ്കിൽ ലേൺ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ അന്ന് നമ്മളത് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു സിനിമാറ്റിക് ഷോട്ട് ഓൾസോ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് കഴിച്ചതായ ഓഫീസിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഓഫീസിൽ നിന്ന് എത്തിയപ്പോഴത്തേനും ഒരു 10:15 ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഓഫീസിലെ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല പണിയുണ്ട് ഇപ്പം. അപ്പം അങ്ങനെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരമായതേ ഇവിടെയാണ് ഞാൻ സ്കൂട്ടർ പാർക്ക് ചെയ്യാറുള്ളത് കേട്ടോ. ഇവിടെ നമ്മുടെ ഇൻഫോ പാർക്കിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്യാറുള്ളത്. നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ റെയിൻകോട്ടൊക്കെ ഉണ്ട്, അതാണ് ആ കയ്യിൽ കണ്ടത്. സുരജേട്ടൻ സ്പെഷ്യൽ പോമഗ്രാനൈറ്റ് ടീ. സുരേട്ടൻ കുടിച്ചേ. സൂപ്പർ. ചൂടുണ്ടോ ഭയങ്കരമായിട്ട്? പഞ്ചസാര ഇട്ടുണ്ടോ? ഇല്ലേ? എന്ത് ടേസ്റ്റ് അത്? മനസ്സിലാവണേലില്ല എന്താ ടേസ്റ്റ് ഒന്നും. കുഴപ്പമൊന്നുമില്ല, പക്ഷെ ടേസ്റ്റ് മനസ്സിലാവണില്ല. പാലിന്റെ ടേസ്റ്റ് ഒന്നും വരുന്നില്ല അല്ലേ? ആര്യപ്പൊടിയാ? ഗൈസ്, ഞാൻ ജിമ്മിൽ പോയിക്കായിരുന്നു, പക്ഷേ മറന്നുപോയി. അത് ശീലമായി വരണേലുള്ളൂ. നമ്മളിനി കൺസിസ്റ്റൻസി ആദ്യം കീപ്പ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ശീലമാവും. എല്ലാ സാധനങ്ങളും എടുക്കും. നമ്മൾ ജിമ്മിൽ പോയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്നത് ഞാൻ എടുത്തില്ല, അവിടെ ഉള്ളതും എടുത്തില്ല. വന്നത് ഞാൻ എടുത്തു. നമ്മൾ വന്നു കേട്ടോ. ഇപ്പം എത്ര മണിയാണ്? ഒരു മിനിറ്റ്, എനിക്ക് തോന്നുന്നു 9:30 ആയിട്ടുണ്ട്. 9:30 ഒക്കെ ആയിട്ടുണ്ട്. 8:15 ഞാൻ സ്റ്റാർട്ട് ചെയ്യണതാണ്. 9:30 കുഴപ്പമില്ലല്ലേ? 9:15 1 hour എടുക്കുള്ളൂ കേട്ടോ. അപ്പം അത് കഴിഞ്ഞു.
നൈറ്റ് ഞാൻ ഓട്സാണ് കേട്ടോ കഴിക്കുന്നത്. സൂര്യചേട്ടൻ ബാക്കി ചോറുണ്ടായിരുന്നു, രാവിലത്തെ അതാണ് സൂര്യചേട്ടൻ കഴിച്ചത്. ജുഗുനും അത് തന്നെയാണ്. ഇപ്പം ഞാൻ ഓട്സിൽ മധുരം ഇടാറില്ല കേട്ടോ. പണ്ട് പനങ്ങൾക്കണ്ട ഇടാറുണ്ട്, ഇപ്പം ഞാൻ അതൊക്കെ ഒഴിവാക്കി. അപ്പം ഇന്നത്തെ പരിപാടികൾ അത്രയേ ഉള്ളൂ. ആ കാണുന്നത് ഞാൻ കുരുവിൽ മുഖക്കുരുവിൽ മരുന്ന് പുരട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി.